ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെ ഈസി ആയിട്ട് തയ്ക്കാമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വീഡിയോ മുഴുവനും കാണാം. സ്ട്രെയിറ്റ് പാൻറ് തയ്ക്കാനായിട്ട് നല്ല എളുപ്പം തന്നെയാണ്. പക്ഷെ തയ്ച്ച് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ കാലിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ നമ്മുടെ പാൻറ് കീറി ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം അതാരെങ്കിലും തയ്ച്ച സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നതെന്നും അതെങ്ങനെയാണ് അത് കറക്റ്റാക്കാമെന്നും കൂടിയിട്ട് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനും കാണാം. നമ്മളൊരു പാൻറ് തയ്ക്കാനായിട്ട് ഏതൊരു തുണി എടുത്താലും ആദ്യം തന്നെ അതിൻ്റെ നല്ല വശം ചീത്ത വശം കണ്ടുപിടിക്കുക. അതിന് ശേഷം ചീത്ത വശത്താണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ തുണീനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ആ മടക്ക് വരുന്ന ഭാഗത്തിനെ നമ്മുടെ അടുത്തേക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞാനിവിടെ തുണിയിൽ മാർക്ക് ചെയ്യുന്ന 34 ഇഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ പാൻറ് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണ്ട അളവാണ് കേട്ടോ 34 ഇഞ്ച്. അപ്പോൾ ആ ഒരു 34 ഇഞ്ചിലാണ് നമ്മുടെ പാൻറ്റിൻ്റെ കറക്റ്റ് ഇറക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതുപോലെ താഴത്തും മേൽവശത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു നടുഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗമാണ് 34 ഇഞ്ചിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇറക്ക് വേണ്ടത് തയ്ച്ച് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ആ ഒരളവ് ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പം മേൽവശത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, താഴ്വശത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴ്വശത്ത് ആ ഒരളവ് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ചോളം താഴോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ മടക്കി അടിക്കാനായിട്ട്. മേൽഭാഗത്ത് എലാസ്റ്റിക് ഇട്ടിട്ട് മടക്കി തയ്ക്കാനായിട്ട് 2 ഇഞ്ചോളം ഇതുപോലെ തന്നെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു വണ്ണാണ് കേട്ടോ, അരഭാഗത്തെ വണ്ണത്തിനെ കണ്ടുപിടിക്കണം. അരവണ്ണം എടുക്കുമ്പോഴേ ഒരുപാട് ഇങ്ങനെ ടൈപ്പ് വലിച്ച് പിടിച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് അരവണ്ണം എടുക്കണ്ട, സ്വല്പം ലൂസ് ഇട്ടിട്ട് പിടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസ് ഇട്ടിട്ട് 30 ഇഞ്ചാണ് അരവണ്ണം എടുത്തിട്ടുള്ളത്. ഇനി 30 ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം കാണണം. 30 ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച്. ആ ഒരു 7.5 ഇഞ്ച് നമ്മൾ ആദ്യം ആ ഒരു തുണിയുടെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ കൂടെ 2 ഇഞ്ചോളം കൂട്ടിയിട്ടുള്ള ആ ഒരു അളവും കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ വണ്ണം വരുന്നത് 9.5 ഇഞ്ചാണ്. ഈ 9.5 ഇഞ്ചിനെ നമ്മൾ കേട്ടോ മേലോട്ടും കൂടിയിട്ട് ഇതുപോലെ ആ ഒരു പട്ടമടക്കാനുള്ള ഭാഗത്തേക്കും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് മേലെന്ന് താഴോട്ട് 9.5 ഇഞ്ച് ഇതേപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുക. അവിടെ നമുക്കൊന്നിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് വശത്തേക്ക് നമുക്കൊരു 2 ഇഞ്ചോളം കൊടുക്കാം. കുറച്ച് തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് നമുക്കിനി കറക്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ, കൈക്കുഴിയുടെ ആ ഒരു ഭാഗമൊക്കെ ഷേപ്പ് ചെയ്യുന്ന പോലെ. പാൻറ് തയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, എത്ര ഇഞ്ചാണോ വണ്ണം വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം കാണാം. ആ ഒരു വണ്ണത്തിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക. അതായത് നമുക്ക് 7.5 കിട്ടി, 7.5ക്കാളും 2 ഇഞ്ച് കൂട്ടിയപ്പോൾ 9.5 ഇഞ്ച്. ആ ഒരു 9.5 ഇഞ്ച് നേരെ താഴോട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ മാർക്ക് ചെയ്യണതിലുള്ള തെറ്റുകൾ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ ഒരു പാൻറ് എത്ര തയ്ച്ചാലും കറക്റ്റ് ആവാത്ത കയറി ഇറങ്ങി നിൽക്കണത്. കാൽമുട്ടിലെ വണ്ണവും അതിൻ്റെ തൊട്ട് മുകളിലോട്ട് കയറിയിട്ട് കാലിൻ്റെ ആ ഒരു തുടയിൽ ആ ഒരു ഭാഗത്തെ വണ്ണം നമ്മൾ മേത്തുനിന്ന് കണ്ടുപിടിക്കുക. ഞാൻ ഇതേപോലെ അളവ് വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു 34 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നിന്ന് നേരെ 19 ഇഞ്ചിലാണ് കാൽമുട്ട് വരുന്നത്. അപ്പോൾ കാൽമുട്ടിൻ്റെ അവിടുത്തെ നമ്മൾ ഇത്തിരി ലൂസാക്കി പിടിച്ചിട്ടുള്ള വണ്ണം എടുത്തപ്പോൾ 15 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 15 ഇഞ്ചിൻ്റെ പകുതി 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുകളിലോട്ടുള്ള അളവ് കണ്ടുപിടിക്കാനായിട്ട് ടൈപ്പ് നേരെ 19 ഇഞ്ചിൽ പിടിച്ചിട്ട് നേരെ നടുമടക്കി പിടിക്കുക. അവിടെയാണ് കേട്ടോ കറക്റ്റ് ആ ഒരു തുടയുടെ വണ്ണം മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഭാഗത്ത് 19 ഇഞ്ചാണ് വണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യുന്നത് 9.5 ഇഞ്ചാണ്. പാൻറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗല്ലേ അവിടെ നമ്മൾ 6 ഇഞ്ചിലാണ് കേട്ടോ വണ്ണം മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത്തിരി കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടെ 2 ഇഞ്ചും കൂടിയും സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് വശത്ത് നിന്നിട്ട് നമ്മളിപ്പോൾ ഏറ്റവും താഴ്വശത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അതിലേക്ക് മാർക്ക് ചെയ്തേക്കൂടെ വേണം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. തൊട്ടിപ്പുറത്തെ സൈഡിൽ നമുക്ക് വെട്ടിയെടുക്കാനുള്ള ആ ഒരു ഭാഗം കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പാൻറ്റിൽ നമ്മൾ അളവുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ തുടക്കക്കാരാണെങ്കിലും ചെറുതായിട്ട് തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ പോലും ഈ ഒരു പാൻറ്റ് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പാൻറ്റ് നമ്മൾ പുറത്ത് കൊടുത്തിട്ട് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു അളവുകളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
സ്ട്രെയിറ്റ് പാൻറ്റ് ഇതുവരെ തയ്ച്ച് നോക്കിയിട്ടേ ശരിയാവാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതേ ഒരു മോഡലിൽ തയ്ച്ച് നോക്കാം കേട്ടോ. അതായത് ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തൊക്കെ അളവില്ലേ, അത് നമ്മൾ നേരിട്ട് എടുക്കണ സമയത്ത് കുറച്ചൊന്ന് ലൂസിട്ട് പിടിക്കുക കേട്ടോ. കറക്റ്റ് ആ ഒരു ടൈറ്റാക്കി പിടിക്കാതെ. എന്നിട്ട് ആ ഒരു അളവിൻ്റെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് മേലോട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ ഇതുപോലെ തന്നെ അളവെടുക്കുക, പകുതിയാക്കിയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് പാൻറ്റ് തയ്ച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഒരു അഭിപ്രായമൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു പാൻറ്റിലെ മൊത്തത്തിലുള്ള അളവുകളും എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മതി കേട്ടോ അത് തയ്ച്ചെടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു പാൻറ്റ് പെട്ടെന്ന് തയ്ക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് ഉണ്ടല്ലോ പെട്ടെന്ന് തയ്ക്കാൻ നമുക്ക് പോകുമ്പോൾ ഇട്ടിട്ട് പോവാം. അത്ര എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു പാൻറ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണേക്കാൻ മുപ്പാട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതേ ആദ്യത്തെ ആ ഒരു പീസ് എടുത്ത് നിർത്തി വെക്കുക കേട്ടോ. അതിൻ്റെ നല്ല വശമാക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേറൊരു പീസ് കട്ട് ചെയ്തതും കൂടി എടുത്ത് വയ്ക്കുക. അതായത് നല്ല വശങ്ങൾ മുഖാമുഖം, ചീത്ത വശങ്ങൾ താഴെയും ഏറ്റവും മുകളിലായിരിക്കും വരിക. ഇതുപോലെ വെച്ചതിൻ്റെ ശേഷം ആ ഒരു സൈഡ് ഭാഗങ്ങൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 വട്ടം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡ് വശങ്ങളും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് വശത്ത് മടക്കി തയ്ക്കാനാണ് പോണത്. നമ്മൾ ആദ്യം അളവ് വെച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒരു പട്ട പോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ അത് നമ്മുടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ച്ച് തുടങ്ങുന്ന ഭാഗത്തുണ്ടല്ലോ അവസാനിക്കുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വിടണം. നമ്മുടെ എലാസ്റ്റിക് ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പാൻറ്റിൻ്റെ താഴ്വശത്ത് നമ്മൾ ഇറക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു അളവ് വെച്ചിട്ട് തന്നെ ഉള്ളിലോട്ട് മടക്കി തയ്ക്കാം. പാൻറ്റിൻ്റെ താഴ്വശം നമ്മൾ മടക്കി തയ്ക്കണേക്കാൾ മുന്നേ 2 കാലുകളും തമ്മിൽ കറക്റ്റ് ഒപ്പമല്ലേന്ന് നോക്കാം. അതായത് അതിൻ്റെ അളവ് മാർക്ക് ചെയ്തത് കറക്റ്റ് അല്ലേന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മടക്കി തയ്ക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചതിന് ശേഷം ചെറുതായി കയറി ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിക്കാനും അടിക്കാനും വീണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ പാൻറ്റിൻ്റെ സൈഡ് വശം കൂട്ടി തയ്ക്കാനാണ് പോണത്. അപ്പോൾ അതിനേക്കാൾ മുപ്പാട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത അളവുകളുണ്ടല്ലോ അത് കറക്റ്റൊക്കെ അല്ലേ എന്ന് നോക്കാം കേട്ടോ. അതിന് ശേഷം തയ്ച്ചെടുക്കുക. ആദ്യമായിട്ട് തയ്ച്ച് നോക്കണ കൂട്ടുകാരാണെന്നുണ്ടെങ്കിലേ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതായത് ഞാനെടുത്ത അളവല്ല നിങ്ങൾ വെച്ചിട്ടുള്ള അളവിൽ കൂടെ ഒറ്റവട്ടം സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു പാൻറ്റ് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ
രണ്ടാമത്തെ സ്റ്റിച്ച് അതിൻ്റെ തൊട്ടടുത്ത് കൂടെ ചെയ്യാം. ഇനി എന്തെങ്കിലും ചെറുതായിട്ട് ടൈറ്റ് ആവേ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ സൈഡിലേക്ക് തുണി നിർത്തിയിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് അരഞ്ചും കൂടി നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യം ചെയ്ത ആ ഒരു സ്റ്റിച്ചിനെ വിടിയിപ്പിച്ച് കളയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് തയ്ച്ച പാൻ്റ് ആണെങ്കിലും അളവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. ആ ഒരു അളവ് പാൻറ്റ് ഇത്രയും തയ്ച്ചതിന് ശേഷം കറക്റ്റ് വയ്ക്കുക, ആ ഒരു ഭാഗത്തു കൂടെ അളവ് മാർക്ക് ചെയ്യുക, നമുക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി അളവില്ല എന്നുണ്ടെങ്കിലാണ് ഇതുപോലെ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പറയാം കേട്ടോ, എന്തെങ്കിലും ടൈറ്റാവേ ലൂസ് ആവാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ റെഡിയാക്കി തരാമെന്നുള്ള ഒരു കാര്യം കൂടിയും പറയണം കേട്ടോ അവരുടെ അടുത്ത്. നമ്മുടെ പാൻറ്റിൽ നമ്മളിനി എലാസ്റ്റിക് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ കംപ്ലീറ്റ് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലാസ്റ്റിക് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ എത്രയാണോ വണ്ണം എന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു 2-3 ഇഞ്ചോ കുറച്ചിട്ട് എടുക്കാം. നമ്മുടെ ഈ ഒരു പാൻറ്റിന് കറക്റ്റ് അരവണ്ണം നല്ല ടൈറ്റായിട്ട് പിടിച്ചപ്പോൾ 26 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 30 ഇഞ്ച് എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയും പിന്നെ അതിൽ കൂടെ 2 ഇഞ്ചും കൂട്ടിയെടുത്തത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ എലാസ്റ്റിക് ഇടാനായിട്ട് കറക്റ്റ് ആ ഒരു ടൈറ്റായിട്ടുള്ള അളവ് മതി കേട്ടോ നമുക്ക്. എലാസ്റ്റിക് ഞാനപ്പോൾ 26 ഇഞ്ചല്ലേ നമുക്ക് കിട്ടിയത്, അതിനേക്കാളും 2 ഇഞ്ച് കുറച്ച് 24 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ തെറ്റത്ത് നമുക്കൊരു സൂചി വെച്ചിട്ട് നമുക്ക് പാൻറ്റിന് വള്ളി ഇടുന്ന പോലെ ഫുള്ളായിട്ട് ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒരു സൈഡിൽ കൂടെ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ എടുത്ത് കൊണ്ടുവരണം കേട്ടോ. എലാസ്റ്റിക് 2 സൈഡിൽ നിന്നും പുറത്തെടുത്തതിന് ശേഷം ആ ഒരു സൂചി ഊരി മാറ്റാം. അതിന് ശേഷം ഇതേപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് ആ എലാസ്റ്റിക്കിനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടിയും തയ്ച്ചിടുക. പിന്നെ നമ്മൾ അതിൽ നിൽക്കുന്ന ആ ഒരു ഞെറികളില്ലേ, അതിനെ കറക്റ്റ് ഒപ്പാക്കി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടി. ആ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് വലിച്ച് പിടിച്ചിട്ട് എലാസ്റ്റിക്കിൽ തട്ടാതെ തുണിയിൽ കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്ക് എലാസ്റ്റിക്കിൻ്റെ മീതെ കൂടെ നമുക്ക് ഒരു വട്ടം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ ചീത്ത വശത്തല്ല നല്ല വശത്തു കൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതേപോലെ വലിച്ച് പിടിക്കുക കേട്ടോ, അതിന് ശേഷം ഇങ്ങനെ തയ്ച്ചെടുക്കുക. നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എലാസ്റ്റിക് വെച്ചതായാലും നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എലാസ്റ്റിക് വെക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതേ രീതിക്കൊന്ന് എലാസ്റ്റിക് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.